കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ ജയത്തോടെ നടത്തുന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയും ഓർത്ത് സ്തോത്രം ചെയ്യാം. രാവിലെ അവിടുത്തെ രാത്രി തോറും അവിടുത്തെ വിശ്വസ്തയെ വർണ്ണിപ്പാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ വിശ്വസ്തത നമുക്ക് പരിചയം പലങ്ങിയുമാണ് പുറകിലെ. ആ വിശ്വസ്തത പരിചയമായി നമുക്ക് വേണ്ടി നോക്കുക. ഏത് ശക്തി വന്നാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. നന്ദി പറയാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. എല്ലായിടത്തും ആശ്രയിച്ച് പരാജയപ്പെട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനല്ല, യഹോവയിൽ തന്നെ ആശ്രയം വെക്കാൻ. ആശ്രയിപ്പാൻ ഒരിടമുണ്ട്, അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. ആശ്വസിപ്പിക്കാൻ അവിടത്തേക്ക് ഏത് സാഹചര്യത്തിലും കഴിയും. മാനുഷിക ആശ്വാസങ്ങളൊക്കെ നമ്മളെ ബലപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ തൻ്റെ ജനത്തോട് കരുണ തോന്നുന്ന ദൈവത്തിന് നന്ദി പറയാം. യേശുവിൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവമായിരുന്നു. പ്രിയരെ, വീഴുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുരാതനായ ദൈവസങ്കേതമായി കീഴേ ശാശ്വത ഭുജങ്ങളാൽ അവിടുന്ന് നമ്മളെ വഹിച്ചില്ലേ. ഓരോ നിമിഷവും അങ്ങനെയല്ലേ കൊണ്ടുവന്നത്. തകർന്നു തരിപ്പണമായി എഴുന്നേൽക്കുവാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥകളൊക്കെ ആ ബലമുള്ള കരം നീട്ടി നമ്മളെ പിടിച്ചില്ലേ. നശ്വരമായ കുഴിയൊന്ന് കയറ്റിയില്ലേ. ഒഴുക്കുകൾ വന്നപ്പോൾ മുങ്ങിപ്പോകാതെ ആ കരത്തിൽ നമ്മളെ പൊക്കിയെടുത്തില്ലേ. സഹോദരങ്ങളെ, പത്രോസിന് പറയാൻ കഴിയുന്നത്, കാറ്റിനെ കണ്ട് ഭയപ്പെട്ട് താണുപോയപ്പോൾ ബലമുള്ളൊരു കരം പിടിച്ചെടുത്തു. അവിശ്വാസം വന്നപ്പോഴും സംശയങ്ങൾ വന്നപ്പോഴും പുറപുറത്തപ്പോഴും തള്ളിക്കളയാത്ത ദൈവത്തിൻ്റെ ഭുജത്തിലായി നന്ദിയോടെ 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 സ്തോത്രം ചെയ്യാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി നമുക്ക് പ്രഖ്യാപനം ചെയ്യാം. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകട്ടെ. ശക്തമായൊരു ഉറപ്പുണ്ടാകട്ടെ. വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, ആരംഭത്തിൽ തന്നെ നമ്മുടെ അവസാനമായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന ഉറപ്പുള്ളവർ നാളുകളെപ്പറ്റി നിരാശപ്പെടേണ്ട. നമ്മുടെ ആദ്യാവസാനവും തമ്പുരാൻ്റെ കരകൾ സുരക്ഷിതമാണ്. നിങ്ങളുടെ തലമുറയുടെ ആദ്യാവസാനവും നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും എൻ്റെ കർത്താവിനറിയാം. നന്ദി പറയാമോ? നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം ചെയ്യാമോ? പലതും നമുക്ക് തിന്മയായി തോന്നിയാലും അതിനെ നന്മയാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധൈര്യത്തോടെ നമുക്കിന്നും പ്രഖ്യാപിക്കാം, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ, ആ ദൈവത്തിന് മഹത്വം കരേറ്റാൻ, ആ ദൈവത്തെ സ്തുതിക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ ദൈവമായ കർത്താവ് ഇന്ന് പ്രഭാതത്തിലും നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ,
ദൈവമേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ വഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ മതി എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ തികവുള്ള വഴി, കുറവ് തീർന്ന വഴി, ഇതുവരെ പോയിട്ടില്ലാത്ത വഴി, കൊടുങ്കാറ്റിലും സമുദ്രത്തിലും മരുഭൂമിയിലും തുറക്കുന്ന ശ്രേഷ്ഠ വഴികൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ അവിടുന്ന് മതിയായവനാണ്. അവിടുന്ന് സർവശക്തനാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സുപരിതമായൊരു വാക്യം, വെളിപ്പാട് പുസ്തകം 3-7 വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതല എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്തത്. ഫിലദൽഫിയ സഭയോട് പരിശുദ്ധാത്മാവ് നൽകുന്ന ശ്രേഷ്ഠകരമായ അരുളപ്പാടാണ്. അവർക്ക് മാനുഷികമായ വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു. അവർ ദൈവത്തിൻ്റെ വചനം കാത്തു, ദൈവത്തിൻ്റെ നാമം നിഷേധിച്ചില്ല, പ്രതികൂലങ്ങളിലും പിടിച്ചു നിന്നു. അതുകൊണ്ട് ആ സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, വചനം കാത്തത് കൊണ്ട് ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷ കാലഘട്ടങ്ങളിൽ വചനം കാത്ത നിങ്ങളെയും ഞാൻ കാക്കും. പ്രിയരെയും, വചനത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, തൻ്റെ ജനത്തെ കാക്കുന്ന, അവരെ സഹായിക്കുന്ന, അവരെ ശക്തീകരിക്കുന്ന, ബലം കൽപ്പിക്കുന്ന, ദുഷ്ടൻ്റെ കയ്യിലേൽപ്പിക്കാതെ അവരെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അല്പമേ ശക്തിയുള്ളൂ. അനുസയമായി വലിയ ശക്തികളോ ക്വാളിറ്റികളോ ഒന്നും പറയാനില്ലെങ്കിലും വാചനത്തിന് വേണ്ടി നിൽക്കുന്നവൻ തകരില്ല. വാചനത്തിന് വേണ്ടി നിൽക്കുന്നവനെ ദൈവം പുറത്തു കൊണ്ടുവരും. അത് എന്നേക്കും നിലനിൽക്കും. അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകാതെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹത്തോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, വിശുദ്ധനായ ദൈവം, വിശുദ്ധൻ, എൻ്റെ ദൈവം വിശുദ്ധൻ. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധനായത്. ശുദ്ധീകരണം കൂടാതെ ആർക്കും അവിടുത്തെ കാണാൻ സാധ്യമല്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർ ദൈവത്തെ കാണും. അങ്ങനെയെങ്കിൽ വിശുദ്ധനായൊരു ദൈവമാണ്. 2, സത്യവാനായ ദൈവമാണ്. ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല, ഉവ്വ് ഉവ്വ് എന്ന് പറയുന്ന ദൈവം. വ്യാജം പറയാൻ മനുഷ്യനല്ല, അനുതപിപ്പാൻ മനുഷ്യപുത്രനുമല്ല. താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്ന് വെച്ചാൽ, ഇന്നു പകൽ ഞാൻ ആത്മശക്തിയോടെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മേൽ ദൈവം പറഞ്ഞ അരുളപ്പാടുകൾ മാറ്റിപ്പറയുന്ന, സാഹചര്യത്തിനനുസരിച്ച് കഴിയില്ല എന്ന് പറയുന്ന, അത് നേരത്തെ പറഞ്ഞുപോയി സോറി പറയുന്ന ഒരു ദൈവമല്ല. സാഹചര്യങ്ങൾ എതിരാകുമ്പോഴാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കും, എനിക്ക് സകലവും കഴിയും, എൻ്റെ കരം കുറുതായി പോയിട്ടില്ല, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും എന്ന് ചോദിക്കുന്ന ശബ്ദം. സത്യവാനായ ദൈവം, അതുപോലെ ചെയ്യുന്ന ദൈവം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ എന്നേ ഉള്ളൂ. നമുക്ക് ആമേൻ ആമേൻ എന്ന് പറയാൻ കഴിയണം. അതുപോലെ ദാവീദിൻ്റെ താക്കോൽ ഉള്ളവൻ. താക്കോലിൻ്റെ അർത്ഥം അത് അധികാരത്തെ കാണിക്കുക. ഏതെങ്കിലും പൂട്ട് തുറക്കുന്നില്ലെങ്കിൽ അവിടുത്തെ കയ്യിൽ കീയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഗ്ലാസ് ഡോറിൻ്റെയൊക്കെ മുമ്പിൽ ചെല്ലുമ്പോൾ സെൻസറിനാൽ തുറക്കുന്നത് പോലെ ഇതുവരെ തുറക്കാത്തത് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്തേക്ക് നീ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അധികാരമുള്ളവനാ, പൂട്ടാനും തുറക്കാനും അധികാരമുള്ളവൻ. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും. ദൈവം തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ അർത്ഥം ഇന്ന് പകൽ നിങ്ങളുടെ വാതിൽ അടയ്ക്കാനും നിങ്ങളുടെ വഴി അടയ്ക്കാനും കാണിച്ചു തരുമെന്നും നിങ്ങൾ എവിടെ ചെന്നാലും ഗതി പിടിക്കത്തില്ലെന്നൊക്കെ പറയുന്ന വാക്കുകൾ റിസീവ് ചെയ്യേണ്ട അധികാരത്തിൻ്റെ കീ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഇത്ര വർഷമായിട്ട് തുറന്നില്ല, ഇനി തുറക്കുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാ നിങ്ങൾക്കും നിങ്ങളുടെ ജനറേഷനും വേണ്ടി ആരും അടയ്ക്കാതെ തുറക്കുന്ന അധികാരത്തിൻ്റെ കീഴിൽ. അവിടുന്ന് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റില്ല കേട്ടോ. നമുക്കെതിരെയുള്ള സകല ശക്തികളെ അടയ്ക്കുന്ന അധികാരത്തിൻ്റെ കീ അവിടുത്തെ കരങ്ങളുണ്ട്. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാനേ,
ഞാൻ മരിച്ചവനായിരുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കണ്ടോ? അടുത്തത്, ദൈവം അറിയാതൊന്നും സംഭവിക്കില്ലെന്നാണ് പറഞ്ഞത്. പ്രിയരെ, എന്തെങ്കിലും സംഭവിക്കുമോ? ആ വേദന എന്നെ തകർക്കുമോ? ഇതിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റുമോ? ഇല്ലാതായി പോകുമോ? അത് നടക്കുമോ? പൂർത്തീകരണം കാണാൻ പറ്റുമോ? നിലനിൽക്കാൻ പറ്റുമോ? പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇതിൽ നിന്ന് എങ്ങനെ, എത്ര നാളെടുക്കും എന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കരത്തിലാണ് ഉള്ളത്, വേറൊരു ശക്തിയുടെയും കരത്തിലല്ല. പിന്നെന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ആ ശക്തികൾക്ക്, ആ പ്രശ്നങ്ങൾക്ക്, ആ പ്രതിസന്ധികൾക്ക് നിങ്ങളെ തൊടാൻ പറ്റില്ല. തീയിലൂടെ പോകട്ടെ, വെള്ളത്തിലൂടെ പോകട്ടെ, അതിന് നിങ്ങളെ തൊടാൻ പറ്റില്ല, മുക്കിക്കളയാൻ പറ്റില്ല. അതിൻ്റെ അധികാരത്തിൻ്റെ കീയുമായി നമ്മുടെ മധ്യ ഇറങ്ങി വന്നു നിന്ന് ഇന്ന് പകൽ ബലപ്പെടുത്തുകയാണ്. തൂതിൻ്റെ ആഴം നിങ്ങളുടെ അകത്തേക്കൊന്ന് ടച്ച് ചെയ്യട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവിപ്പിക്കാൻ അധികാരമുള്ളവൻ, എഴുന്നേൽപ്പിക്കാൻ അധികാരമുള്ളവൻ, നടത്താൻ അധികാരമുള്ളവൻ, സകല ദുഷ്ടശക്തികളെ തകർത്തെറിഞ്ഞ് പുറത്തു കൊണ്ടുവരേണ്ടതിനെ പുറത്തു കൊണ്ടുവന്ന് ജയത്തോടെ നടത്തുന്നവൻ. എൻ്റെ കയ്യിലെ അധികാരം അവിടുന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞു, ആ അധികാരം നമുക്ക് നൽകിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഇന്ന് പകൽ ചിലത് ഓപ്പണാകാൻ പറ, തുറന്നു വരാൻ പറ. എഫദാ, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരാൻ പറ. ചിലത് നിശ്ചലമാകാൻ കൽപ്പിക്കുക. അധികാരം തന്നെങ്കിൽ അത് യൂസ് ചെയ്യാൻ. കീ നമ്മുടെ പോക്കറ്റിൽ ഇരുന്നിട്ട് ഒരു ഡോറിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, നമ്മൾ നോക്ക് ചെയ്യേണ്ട കാര്യമില്ല. തുറന്നു കയറുക, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ തുറക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക, പ്രാർത്ഥനയോടെ തുറക്കുക. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങുക. ചിലത് എഴുന്നേൽക്കട്ടെ, ചിലത് നടക്കട്ടെ, ചിലത് പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചിലത് കൂടിച്ചേരട്ടെ, ചിലത് ഉളവായി വരട്ടെ. പിതാവ്, ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന സത്യവാനായ, വിശുദ്ധനായ, അധികാരത്തിൻ്റെ താക്കോലുള്ള അങ്ങയുടെ കരത്തിൻ്റെ വല്ലഭത്വത്തിനായി സ്തോത്രം. ഇന്ന് പകലും ചിലത് തുറന്നു വന്നിരിക്കുക സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുക സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കുക സ്തോത്രം. അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുക സ്തോത്രം. സകലമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു സഹോദരങ്ങളെ, ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം തുറക്കുന്ന ദൈവം, നമ്മുടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവം. ആ കാലത്തിൽ താണിരിക്കുക. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പ്രസ്പുത്യമാണ്.